ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഇരുമ്പുമറ തകർത്ത് 7 അടി ഉയരമുള്ള മതിൽ ചാടി രക്ഷപ്പെടാനോ? ഇതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഈ നാട് ഇന്നും മോചിതമായിട്ടില്ല. ജയിൽ ചാടി പിടിക്കപ്പെട്ടതിന് ശേഷം ഗോവിന്ദച്ചാമി പറഞ്ഞ കഥകൾ സിനിമാ കഥകളെയും വെല്ലുന്നതുമായിരുന്നു. എന്താണ് നമ്മുടെ ജയിലുകളിൽ സംഭവിക്കുന്നത്? കോടതിയിൽ ഹാജരാക്കിയ കൊടിസുനി തിരികെ വരുമ്പോൾ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് മൂക്കത്ത് വിരൽ വെച്ചാണ് ഈ നാട് കണ്ടത്. ഇത്തരം നിരവധി സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ ജയിലുകൾ പോകുന്നത്. തിരുത്തൽ കേന്ദ്രം എന്നാണ് ജയിലുകൾ പൊതുവെ അറിയപ്പെടുന്നത്. ജയിലുകൾക്ക് തന്നെ തിരുത്തലുകൾ ആവശ്യമുള്ള കാലത്താണ് നാം ഉള്ളത്. വലിയ മാറ്റങ്ങൾ ജയിലുകളിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ സംഭവിച്ചിരുന്നു. ദീർഘവീക്ഷണത്തോടെ അവിടുത്തെ ഉദ്യോഗസ്ഥർ പലവിധ കാര്യങ്ങളും ചെയ്തു. ജയിൽ ഒരു തടവറ എന്നതിനപ്പുറം ഒരു വാണിജ്യ കേന്ദ്രമായി മാറുന്നതും നാം കണ്ടു. അത്തരം നല്ല ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം, കൊടിസുനിയുടെ മദ്യപാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ആഴത്തിലുള്ള ചർച്ചയുമാണ്. ജയിലുകളിൽ നടക്കുന്നത് എന്ത്? ഇതറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത് എന്താണ് ജയിലുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുവരുമ്പോൾ സൂപ്രണ്ടായിരുന്ന റിട്ടയർഡ് ഉത്തരമേഖല DIG ശിവദാസ് K തൈപ്പറമ്പിലാണ്. എന്താണ് ഗോവിന്ദച്ചാമിക്ക് ഇങ്ങനെ ജയിൽ ചാടാനുള്ളൊരു അവസരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത്? അതിന് ഏതെങ്കിലും തരത്തിൽ പിന്തുണ ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ നമുക്കുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം സർ. ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു. അതിൽ ഏറ്റവും അത്ഭുതത്തിന് ഒരു കാരണമായ അദ്ദേഹത്തിന് ഒറ്റക്കയ്യനാണ്. ഇത്രയും വലിയ ഒരു മതിൽ എങ്ങനെ അയാൾ ചാടും എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉന്നയിച്ചു. നമുക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു ഇത് കേട്ടപ്പോൾ. അവിടെ സൂപ്രണ്ടായിരുന്ന ഈ ഗോവിന്ദച്ചാമിയെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ അത്ഭുതം തോന്നിയിരുന്നു. അല്ല, എനിക്ക് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് കേട്ടപ്പോൾ അത്ഭുതം തോന്നിയില്ല. ഗോവിന്ദച്ചാമി ജയിൽ ചാടും. ഒരു കൈ ഇല്ല എന്ന് പറയുന്നതൊന്നും ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് ഒരു കുറവല്ല. ഈ 1.5 കൈയേ ഉള്ളുവെങ്കിലും 2 കൈ ഉള്ള വർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഗോവിന്ദച്ചാമി. അത് ഗോവിന്ദച്ചാമി ചാടി എന്ന് പറയുന്നത് എനിക്ക് യാതൊരു അതിശയവും തോന്നിയില്ല. കാര്യം ആ തരം ഒരു തടവുകാരനാണ് ഗോവിന്ദച്ചാമി.
അവിടെ സാർ അവിടെ സൂപ്രണ്ടായിരിക്കുന്ന സമയത്താണല്ലോ അത് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന സമയത്തുള്ള ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? ഗോവിന്ദച്ചാമി കൊണ്ട് യാതൊരു കൂസലും ഇല്ലാത്ത ഒരു ഈ പറയുന്ന നമ്മൾ മനുഷ്യ ഒരു ചമ്മൽ അല്ലെ ഒരു പച്ച ഒരു യാതൊരു വിഷമവും ഇല്ലാത്ത ഒരു തടവുകാരനാണ്. കൊണ്ടുവരുമ്പോഴും ഒന്നും നിസ്സംഗ യാതൊരു ഭാവ ഇതുകളും ഇല്ല. മറ്റ് തടവുകാരെ വരുന്ന ചില കേസിൽ വരുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇയാളെ സംബന്ധിച്ച് യാതൊരു ഭാവ വ്യത്യാസമോ ഒന്നും ഇല്ലാതെ, ഒരു പശ്ചാത്താപവും ഇല്ലാതെ, ഞാൻ ഇങ്ങനെ എന്നെ ഒരു കുറ്റത്തിന് ശിക്ഷിച്ചിരിക്കുകയാണ്, തൂക്കിക്കൊല്ലാൻ ഡെത്ത് സെൻറ്റൻസ് അവാർഡ് ചെയ്ത് വന്നതാണ്. യാതൊരു സങ്കോചവും ഇല്ലാതെ വന്ന ആളാണ് ഗോവിന്ദച്ചാമി. അത് മാത്രമല്ല, വന്നപ്പോൾ മുതൽ ജയിലിൽ വന്ന സമയങ്ങളിലൊക്കെ പ്രശ്നക്കാരനുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ജയിലിനകത്ത് ഒരു സെപ്പറേറ്റ് എൻക്ലോഷറാണ് ഈ 10-ാം ബ്ലോക്ക്. ആ 10-ാം ബ്ലോക്കിൽ പിന്നെ ക്യാമറ വെച്ച് 4 സെല്ലിനകത്ത് ക്യാമറ 4 സെല്ലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു സെല്ലിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ 10-ാം ബ്ലോക്കിലെ ആ സെല്ലുകൾ സൂപ്രണ്ടിന് ഇരിക്കുന്നിടത്തുനിന്ന് കാണാം. അപ്പോൾ ആ ഗോവിന്ദച്ചാമിയെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഇരുന്ന് ഇയാൾ വലിയ കസറത്ത് എക്സർസൈസ്, ശീർഷാസനത്തിൽ നിൽക്കുക, അങ്ങനെയുള്ള ഒരുപാട് കസറത്ത് ചെയ്യുന്നതൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു കൈ ഇല്ല എന്നതൊന്നും ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് യാതൊരു മൈനസും അല്ല. എല്ലാ കാര്യങ്ങളും ചെയ്യും. വളരെ ധാർഷ്ട്യത്തോടെ നിൽക്കുന്ന പ്രതിയാണ്. അങ്ങോട്ട് സംസാരിക്കാൻ ഒന്നും പറ്റില്ല. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കും. ഇവൻ വന്ന സമയത്ത് തന്നെ അധികം താമസം വയ്ക്കാതെ തന്നെ ഭക്ഷണം പോരാ, ഭക്ഷണത്തിൻ്റെ രീതി പോരാ, ക്രമം പോരാ, എനിക്ക് ബിരിയാണി കിട്ടണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. അത് എന്നിട്ട് അവസാനം പിന്നെ എനിക്ക് വന്ന് ചീഫ് വാർഡറും ഒരു ഉദ്യോഗസ്ഥർ ഇവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ബിരിയാണി. അപ്പോൾ അതാണ് ഈ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ വന്നു, അതിൻ്റെ ഒന്നും യാതൊരു മാനസിക ഇതോ അയാളെ സംബന്ധിച്ചില്ല. മാനസിക രോഗിയാണോ? തികച്ചും ആണെന്ന് വേണം നമുക്ക് പറയാൻ. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലേ, കാരണം ഒരു മനുഷ്യത്വം തീണ്ടാത്ത ഒരു പ്രകൃതം എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് അതാണ്. അതിൽ അങ്ങനെ ആ ഒരു സെൻസിൽ വേണം നമ്മളതിനെ കാണാൻ. ഒരു ഭീതി ഉണ്ട്, എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ശരിക്കും. അല്ല, അവിടെ ജയിലിൽ മറ്റ് ക്രിമിനൽസ് അവർക്കങ്ങനെ ഇവനെ ഭയം അതൊന്നുമില്ല. അപ്പം അവരെ ഒന്നുമില്ല. മറ്റ് തടവുകാരെയൊക്കെ ഇങ്ങനെ മറ്റ് പുറം ജോലികൾക്കും മറ്റും ഒക്കെ നിയോഗിക്കുമല്ലോ, ഇവരെ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ല, ഇവിടെ ആ 10-ാം ബ്ലോക്കിൽ എന്തെങ്കിലും വർക്ക് അവന് കൊടുത്തിട്ടുണ്ടാവും. അത് ഈ എന്തെങ്കിലും ഒരു ജോലി, കാരണം ആ വേതനം കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ വേജസ് ഉണ്ടല്ലോ, വേജസ് കിട്ടാൻ വേണ്ടിയിട്ട് അവന് എന്തെങ്കിലും ഒരു പണി കൊടുക്കൽ ഉണ്ടായി. ഈ ഡെത്ത് സെൻറ്റൻസ് കമ്മ്യൂട്ട് ഇതാക്കിയല്ലോ, ലൈഫാക്കിയല്ലോ. ലൈഫാക്കി കഴിഞ്ഞപ്പോൾ അയാൾക്കും ഒരു വേജസ് കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ 10-ാം ബ്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ ജയിലിൽ ഉള്ളിലെ ഒരു ജയിൽ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എന്താണ് 10-ാം ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അത് നമ്മൾ ഈ കണ്ണൂർ സെൻട്രൽ പ്രിസണിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു കണ്ണൂർ സെൻട്രൽ പ്രിസൺ ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസണൊന്നുമല്ല. ഹൈ സെക്യൂരിറ്റി പ്രിസൺ അല്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 1.5 നൂറ്റാണ്ടിൽ കൂടുതൽ പഴക്കമായ കെട്ടിടങ്ങളാണ് സെൻട്രൽ ജയിലിൽ ഉള്ളത്. ഈ ജയിലിനകത്തെ ജയിൽ എന്നൊക്കെ പറയുന്നത്, ജയിലിനകത്ത് ഒരു എൻക്ലോഷറാണ് ഈ 10-ാം ബ്ലോക്ക്. അത് സിംഗിൾ സെല്ലുകളുമാണ് അവിടെ. അത് ഈ എന്തെങ്കിലും മാനസിക രോഗവും അല്ലെങ്കിൽ വയലൻ്റ് ആകുന്ന പ്രതികൾ അങ്ങനെയുള്ളവരെ ഒന്ന് സെപ്പറേറ്റ് എൻക്ലോഷറിലാക്കുന്നു എന്നതിൽ കവിഞ്ഞ് വലിയ ഹൈ സെക്യൂരിറ്റി ഈ മാനദണ്ഡങ്ങളൊന്നും പറയാനായിട്ട്
ഇല്ല, ഒരു ഹൈ സെക്യൂരിറ്റി പ്രശ്നം അല്ല കണ്ണൂർ സെൻട്രൽ ജയിൽ. ഈ 10ാം ബ്ലോക്കിനായിട്ട് 10ാം ബ്ലോക്കിൽ ഇൻഡിപെൻഡൻ്റ്, അതായത് ഈ സെഗ്രിഗേറ്റ്, അതായത് ഏകാന്ത തടവെന്നോ അല്ലെങ്കിൽ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ പറയുമ്പോൾ സിംഗിൾ സെല്ലുകളുള്ള ബ്ലോക്കുകളാണ് അതിനകത്തുള്ളത്. അതിന് പ്രത്യേക മതിലുകളൊക്കെ പ്രത്യേക മതിലുണ്ട്. മതിൽ വലിയ മതിലൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു സെപ്പറേറ്റ് എൻക്ലോഷർ ഹെഡ്സാണ്. അത് വലിയ മതിലും ഒന്നുമല്ല. അതിനകത്ത് ഇവിടേക്കുണ്ടാക്കുന്ന പ്രതികളെയും അതുപോലെ തന്നെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ളവരെയും സ്ലൈറ്റ് അങ്ങനെയുള്ള ആൾക്കാരെ, കൂടുതൽ ഒരു ശ്രദ്ധ വേണ്ടവരെ ആണ് അതിനകത്ത് പാർപ്പിക്കുക. അവിടെ പ്രത്യേക ക്യാമറയൊക്കെ വെച്ച് അവിടെ മൊത്തം ഈ ക്യാമ്പസ് മുഴുവൻ കാണാനുള്ള ക്യാമറ, പിന്നെ 4 സെല്ലുകളിൽ ക്യാമറയുണ്ട്. സെല്ലിൽ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ ഈ 4 സെല്ലുകളിൽ കിടക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് കാണാം. നമ്മൾ ഈ 10ാം ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഹൈ സെക്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓരോ സെല്ലിനകത്തും ക്യാമറ എന്ന് പറയുന്നു. ഈ സെല്ലിൻ്റെ അഴി 10 മാസത്തിലധികം എടുത്താണ് ഗോവിന്ദചാമി മുറിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അത് നമ്മളിപ്പോൾ അത് ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ മാത്രം സെൻട്രൽ പ്രസിഡൻ്റെ പൊതു അവസ്ഥ നമ്മളതിൽ വിലയിരുത്തേണ്ടതുണ്ട്. അതായത് ഈ ക്യാമറയുണ്ട്, 150 ക്യാമറയുണ്ട് എന്ന് പറഞ്ഞിട്ട്, ക്യാമറ അതിൻ്റെ ജോലി ഇത് പകർത്തുമായിരിക്കും, പക്ഷേ ഇത് നിരീക്ഷിക്കേണ്ടേ, പ്രോപ്പറായിട്ട് നിരീക്ഷിക്കപ്പെടണം. എന്നാൽ മാത്രമേ അതുകൊണ്ട് ഫലമുള്ളൂ. ഇപ്പം ഗോവിന്ദചാമി 10ാം ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. ക്യാമറ ഉള്ള സെല്ലിലല്ലായിരുന്നു ഗോവിന്ദചാമി. കാരണം അത് പ്രയോറിറ്റൈസ് ചെയ്യും. ഈ ഗോവിന്ദചാമി കുറച്ച് 2-3 വർഷമായിട്ട് ഒരു ഡോർമെൻ്റായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സെൻട്രൽ പ്രസിഡന്റിൽ ഇപ്പോൾ ഇത് ഡെത്ത് സെൻറ്റൻസ് അവാർഡ് ചെയ്യപ്പെട്ട 4 പേരൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്യാമറയുള്ള സെല്ലുകളിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് അവരെ ആയിരിക്കും ഇപ്പോൾ പാർപ്പിച്ചിരിക്കുക. ഇയാൾ സൈലൻ്റായി അങ്ങനെ വലിയ അറ്റൻഷൻ ഇല്ലാതെ എനിക്ക് തോന്നുന്ന അവിടെ ആദ്യ ക്യാമറ ഒക്കെ ഉള്ള സെല്ലുകളിൽ നിന്ന് മാറി മറ്റേതോ സെല്ലിലായിരുന്നു ഇപ്പോൾ. പിന്നെ ആവശ്യത്തിന് മാൻ പവർ ഇല്ല, ഡ്യൂട്ടിക്കാർ. ഈ CCTV ക്യാമറയൊക്കെ നോക്കേണ്ട ആൾ ഏതോ സെക്യൂരിറ്റി അല്ല, അവിടെ CCTV എന്നല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ യഥാർത്ഥ അവസ്ഥ പറഞ്ഞാൽ ഈ കോടതി കൊണ്ടുപോകൽ, അതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൽ, ഇത് രണ്ടും പോലീസ് ചെയ്യേണ്ട, പോലീസ് സഹായം കിട്ടേണ്ടതാണ്. ഇത് മിക്കപ്പോഴും ഞാൻ സൂപ്രണ്ടായിരിക്കുന്ന സമയം മുതലേ ഉള്ള അവസ്ഥ അതാണ്. അതായത് ജയിലുകാർ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മറ്റ് നീക്കുപോക്കൊന്നും ഇല്ല, കൊണ്ടുപോയല്ലേ പറ്റൂ. ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ളവരെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് ഇവരെ ആശുപത്രിക്ക് വിടുന്നത്. ആ സമയത്തൊന്നും ഡ്യൂട്ടിക്കാരകത്തില്ല. അപ്പം ഈ ഷോർട്ടേജ് ഓഫ് മാൻ പവർ, ഉദ്യോഗസ്ഥരുടെ അഭാവം, ക്ഷാമം, അത് വലിയ പ്രശ്നമാണ്. ജയിലിനെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നു. ഈ ക്യാമറ ഇത്രയും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിരീക്ഷിക്കാൻ ഒരാൾ പറയുന്ന പോലെ CCTV ഡ്യൂട്ടി എന്ന് പറഞ്ഞ പേരിന് നെയിം സേക്കിന് ഡ്യൂട്ടി ഇട്ടിട്ട് കാര്യമില്ല. അതെത്ര പേരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഈ 2 മണിക്കൂർ അത് മൊത്തം സർവൈലൻസിന് നിരീക്ഷിക്കാൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കണം. അതൊന്നും നടക്കുന്നില്ല. ഈ ക്യാമറയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? ശരി, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ, ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല, ഈ 35 ഏക്കർ വിസ്തീർണമുള്ള ജയിൽ മതിൽക്കെട്ടിനകം അവിടെ വൃക്ഷങ്ങളും അതും ഇതും എല്ലാം കൂടെ ഇതെന്ത് സർവൈലൻസ് ഒന്നും കാര്യക്ഷമമായിട്ട് ഇനി എത്ര ക്യാമറ വെച്ചിട്ടും ഒളിച്ചൊളിച്ച് പോകാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലേ? പറ്റും. അയാളെ മുഴുവൻ ചാനലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ക്യാമറകളെല്ലാം വളരെ അലർട്ടാണെങ്കിൽ തന്നെ.
അതാണ് അവസ്ഥ. ജയില് ഏതാണ്ട് 1869 ഇപ്പോൾ 156 വർഷമായി. തടവുകാരുടെ എണ്ണവും കപ്പാസിറ്റി കൂടുതലാണ്. ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവ്. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഇനിയും നമുക്ക് കേൾക്കാം. അതായത് ഇപ്പോൾ അതുപോലെ തന്നെ ജയിലാകുമ്പോൾ ഉണ്ടാകാം. പക്ഷേ ഈ രീതിയിലുള്ള ഹാൻഡിക്യാപ്നെസ് തുടരുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കാം. ഈ ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ വിയ്യൂരിലേക്കും മറ്റും മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവിടെയും അയാൾ എന്തും കാണിക്കും. അവിടെ നിതാന്ത ജാഗ്രതയിൽ അയാളെ ഇപ്പം നിരീക്ഷിക്കുന്നു എന്നാണ്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹം വന്നപ്പോഴും പല വികൃതികളും കാട്ടിയിട്ടുണ്ട്. ഈ ക്യാമറ സെല്ലിൽ കിടക്കാനായിട്ടുള്ള അയാൾ നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇയാൾ വെളിക്കിറങ്ങിയിട്ട് അതെല്ലാം കൂടെ വാരി ഈ ക്യാമറയിൽ പൊത്തി, അങ്ങനെ മലം. അത് പിന്നെ മറ്റ് തടവുകാരെ കൊണ്ട് അതൊക്കെ വൃത്തിയാക്കിക്കേണ്ടി വന്നു. ഈ ടവറിൽ ചീഫ് വാർഡർക്ക് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ആ തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമി തന്നെ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ഈ ജയിൽ മാറ്റണം, ഇവിടെ കഴിയില്ല, ഇവിടെ കിടന്ന് മരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് തന്നെ, ഈ ഗോവിന്ദച്ചാമിക്ക് തന്നെ ബോധ്യം വന്നു. അതിനുശേഷം ഗോവിന്ദച്ചാമി ജയിൽ മാറ്റണം എന്നൊരു അപേക്ഷ നൽകി. ആ അപേക്ഷ പരിഗണിക്കാത്തത് കൊണ്ട് ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കൊരു പണി കൊടുക്കുക എന്നതാണ് തൻ്റെ ഉദ്ദേശം. ചാടിയാൽ പിടിക്കുമെന്ന് അറിയാം, എങ്കിലും ചാടി ഇവർക്കൊക്കെ ഒരു പണി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് താൻ ചാടിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആരോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊരു സംശയം കൂടി പോലീസ് പറയുന്നുണ്ട്. ഒരു ജയിൽ ചാടിയാൽ ജയിൽ മാറ്റം ഉണ്ടാകും എന്ന്. അത്തരം സംഭവങ്ങളൊക്കെ, അത്തരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഈ ഗോവിന്ദച്ചാമിക്ക് ആളുണ്ട് എന്നതൊരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ? അത് ഗോവിന്ദച്ചാമിക്ക് ജയിൽ പുത്തിരിയല്ലേ, ജയിലിനെ കുറിച്ചൊക്കെ അറിയുന്ന ആളാണല്ലോ. എനിക്ക് തോന്നുന്നത് ഈ 2011 ഈ സൗമ്യ കേസിൽ വരുന്നതിന് മുമ്പ് തന്നെ ജയിലിനെ കുറിച്ച് അറിയുന്ന ആളായിരിക്കും ഗോവിന്ദച്ചാമി. ഈ കൈ എങ്ങനെ പോയത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പല കഥകളാണ് കേൾക്കുന്നത്. ഗ്രാമമുഖ്യൻ മുറിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഗ്രാമമുഖ്യൻ മുറിച്ചു, ഒരു അപകടത്തിൽ നിന്നാണ് പറഞ്ഞതല്ലേ. മറ്റൊരു കഥ ഗ്രാമമുഖ്യൻ ഇത്തരം കാര്യങ്ങൾ അങ്ങനെയും വായിച്ചു. അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. അല്ല, ചോദിച്ചിരുന്നു എങ്ങനെയാണെന്ന്. ആ ജയിലിൽ നിന്ന് എങ്ങനെ സംസാരമൊക്കെ ഉണ്ടായിരുന്നോ? കൈ പോയതിനെ കുറിച്ചൊന്നും ഇല്ല. കൈ പോയതിനെക്കുറിച്ച് ഒക്കെ ഈ അഡ്മിഷൻ താഴെ ഡെപ്യൂട്ടി ജയിലറുടെ ഓഫീസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ആ സമയത്ത് സൂപ്രണ്ട് കാണില്ല അയാളെ. പിന്നെ കൈ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. ആ സമയത്ത് ഏതെങ്കിലും സമയത്ത് ഈ പുള്ളി ജയിൽ ചാടാനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നോ? ജയിൽ ചാടാനുള്ള ശ്രമങ്ങൾ ആദ്യകാലത്തൊന്നും ഗോവിന്ദച്ചാമിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഈ സർവൈലൻസിൽ കിടക്കുന്ന ആളല്ലേ. അപ്പോൾ എന്തെങ്കിലും വികൃതി കാട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ അറിയുമല്ലോ. ഇത് അതായത് സൈലൻ്റായിട്ട് ഈ പോലീസിൻ്റെ കസ്റ്റഡി മാതിരിയല്ല, ജയിലിൽ വന്ന് താമസിക്കുകയല്ലേ. എപ്പോഴും ഇൻമേറ്റ്സുമായിട്ട് പോലീസിന് പ്രതികളുമായിട്ടുള്ള ബന്ധം മാതിരിയല്ല ജയിലുദ്യോഗസ്ഥർക്ക് പ്രിസണേഴ്സുമായിട്ടുള്ള ബന്ധം. അത് അവർ ദീർഘകാലത്തേക്ക് വന്നിരിക്കുകയല്ലേ. അവരുടെ ആ ടൈമിലേക്ക്, ലൈഫാണെങ്കിൽ എത്ര നാളത്തേക്കെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ എന്നും കാണുകയും എന്നും ഇതായിട്ടുള്ള ബന്ധം പുലർത്തുന്നതല്ലേ. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അതൊക്കെ ഈ ഒരാളിൻ്റെ പ്രകൃതം സൈലൻ്റാണ്, കോപ്പപ്പാകുന്ന രീതിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന അല്പം അയവ് വരും, ശ്രദ്ധ അല്പം കുറയും. അത് മുതലാക്കി ഇയാൾ സെല്ലിൽ നിന്ന് മാറി താഴത്തെ ബ്ലോക്കിലെങ്ങാണ്ട് ആയി. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നത് ഈ ഇടയന്തുക്കൾ കയറാതിരിക്കാനായിട്ട് ഈ അടിവശം നൂല് കൊണ്ട് ചുറ്റലുണ്ട്. അപ്പം ഈ ആക്സബ്ലേഡോ അരം കൊണ്ടോ രാഗിയിട്ട് നൂല് പൊതിഞ്ഞ്. അതായത് ഈ ഗോവിന്ദച്ചാമി നമ്മളെ ഫോട്ടോ കണ്ടിരുന്നു, ഈ മുറിച്ച മുഴുവൻ ഈ നൂലാണ്. അപ്പൊ ആ നൂല് പൊതുവെ എല്ലാ സ്ഥലത്തും ഉണ്ടാവാറുണ്ട്, അങ്ങനെയാണോ? അല്ല, പൊതുവെ അവിടെ എല്ലാ
മിക്ക സെല്ലുകളുടെയും മുമ്പിലുള്ള ഫെൻസിങ് ഇതിന് അഴിക്ക് നൂല് കെട്ടിയിട്ട്, നൂലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മറ ഇഴഞ്ഞ് കയറാതിരിക്കാൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം ഈ ഉദ്യോഗസ്ഥ അതുകൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥർ അത് ശ്രദ്ധിക്കാതെ പോയത് ആയിരിക്കണം. കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ ശരിക്കും? അത് സംഭവിച്ചു. തീർച്ചയായും നോക്കണ്ടേ. അതെല്ലാം അത്തരത്തിലുള്ള മെഷേഴ്സ് അതൊക്കെ ഈ ഷോർട്ടേജ് ഓഫ് ഡ്യൂട്ടി സ്റ്റാഫ് വലിയ. അത് മാത്രമാണ് ഈ സെക്യൂരിറ്റിയുടെ കോസ്റ്റിലല്ലേ ഈ എക്സ്റ്റൻഷൻ പരിപാടികൾ മുഴുവൻ നടത്തുന്നത്. അതായത് ഉള്ളവരെ മുഴുവൻ ഡിപ്ലോയ് ചെയ്താലും ആവശ്യത്തിനാകുന്നില്ല. ആ അവസ്ഥയിലാണ് ഇത്രയും ബിസിനസ് ഏർപ്പാടുകളുമായിട്ട്. അപ്പോൾ അതെല്ലാം ഓൺ ദ കോസ്റ്റ് ഓഫ് സെക്യൂരിറ്റിയുടെ കോസ്റ്റിലാണ് ഇതെല്ലാം നടക്കുന്നത്. നോമിനലി എങ്ങാണ്ട് ഡെയിലി വേജസ് ആൾക്കാരെ, അതുകൊണ്ട് ഡെയിലി വേജസുകാരെ കൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ജയിൽ സൂപ്രണ്ടിനും ഇതിനല്ലേ. നിലവിൽ 150 താഴെയായിട്ടാണ് സ്റ്റാഫ് ഉള്ളത്. അത് തന്നെ പോരാ. ആ പോരാതിരിക്കുമ്പോഴാണ് അവരെ കൊണ്ട് ചപ്പാത്തി, അതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. അതല്ലെങ്കിൽ ഓൺ ദ കോസ്റ്റ് ഓഫ് ഈ പറയുന്ന ഈ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ ഗോവിന്ദസ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞാൽ, ഈ കൊടിസുനിയുമായി ബന്ധപ്പെട്ട് കൊടിസുനിയുടെ മദ്യപാനം ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടെ ഒരു ഹോട്ടലിൻ്റെ പിറകിൽ പോയി മദ്യപിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഇതിൻ്റെ വാർത്തകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആ 3 പോലീസുകാരെ, ആ ഡ്യൂട്ടിക്ക് പോയ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ആ കാര്യങ്ങൾ അറിയാം എന്നതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനുശേഷമാണ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. പക്ഷേ അത് എങ്ങനെയാണ്, എന്തായിരിക്കും അതിൻ്റെ ധൈര്യം? ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ മദ്യപിക്കാൻ കിട്ടുന്ന ധൈര്യം, അവിടെ പോകുമ്പോൾ ഈ പ്രതികളെ വീണ്ടും പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ ഒരു പരിശോധനയൊന്നും ഉണ്ടാകാറില്ലേ? അല്ല, അകത്തേക്ക് വരുമ്പോഴും പുറത്തേക്ക് ഒക്കെ പരിശോധനയൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ കൊടിസുനിയുടെ ഇത് ഞാനും വായിച്ചു. പിന്നെ അവർ നേരത്തെ മുതലേ TP കേസ് പ്രതികളല്ലേ, അവർ വിവാദ ആൾക്കാരാണ്. ഇപ്പോൾ ഇത് ഈയിടെ സംഭവിച്ചതും വായിച്ചു എന്നതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അല്ല. ആ സംഭവം, അതായത് ഒരു കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു പരിശോധന ഏത് രീതിയിലാണ് മാത്രമാണോ? അത് പറയുമ്പോൾ അതിനകത്ത് വേറെ ഇതുണ്ട്. ഈ ജയിലിൽ നിരോധിത സാധനങ്ങൾ എങ്ങനെ ജയിലിനകത്ത് വരുന്നു എന്നത് ഈ കാരണം നമ്മൾ പഴയ ജയില്, പഴയ കാലമല്ല, പഴയ ജയിലുമല്ല, ഈ കൺവെൻഷനലായിട്ടുള്ള പരിശോധന എന്നൊക്കെ പറയുന്നത് ഇന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. അതായത് ദേഹപരിശോധന ഏത് തരത്തിൽ നടത്തിയാലും ആക്ഷേപങ്ങളാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ജയിൽ ഈ പറയുന്ന നമ്മുടെ എയർപോർട്ടിലും ആ തരത്തിലുള്ള സ്കാനർ സ്ഥാപിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ പഴയ സമയത്ത് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ജയിലർ അഡ്മിഷൻ വാറണ്ട് മേടിക്കും, അഡ്മിഷൻ എടുക്കും. അവിടെ വെച്ച് തന്നെ സ്റ്റാഫ് ദേഹപരിശോധന, ഇയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തും. പലരുടെ ഈ മയക്കുമരുന്ന് അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടുകയും ചെയ്യും. ഇന്ന് ഈ ദേഹപരിശോധന ഉദ്യോഗസ്ഥൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നിരന്തരം. അപ്പോൾ ഈ നിരന്തരം ഇത് പ്രശ്നങ്ങളാകുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പുറകോട്ട് മാറും. കാരണം അവനെക്കുറിച്ച് ആക്ഷേപം, പരാതി, അത് പെറ്റീഷൻ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഓട്ടോമൈസ് ഇത് ചെയ്യണം. ആധുനിക സംവിധാനം
ഏതെല്ലാം ജയിലിൽ എത്രത്തോളം ഓട്ടോമൈസ് ചെയ്യാവുന്നോ അത്രയും നല്ലതാണ്. ശരിക്കും ഈ ജയിലിലേക്ക് ഈ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ഇതൊക്കെ വൻതോതിൽ എത്തുന്നില്ലേ? വൻതോതിൽ എത്തുന്നുണ്ട്, അതായത് ഒളിപ്പിച്ച് കടത്തുന്നുണ്ട്, അത് പിടിക്കപ്പെടാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് അതിൻ്റെ ഒരു വഴി എങ്ങനെയാണ്? വഴി ഈ പറയുന്ന നമ്മൾക്ക് പിന്നെ അത്ഭുതപ്പെട്ടുന്ന രീതിയിലുള്ള അളവ് ഗഞ്ച മലദ്വാരത്തിൽ കയറ്റിക്കൊണ്ടിരുന്നുണ്ട്. അതാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയിൽ ഒക്കെ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴൊക്കെ കോടതിയിൽ ഹാജരാക്കാനൊക്കെ കൊണ്ടുപോകുന്നത് പോലീസാണല്ലോ. പോലീസ് കൊണ്ടുപോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻ അതൊക്കെ നടക്കലുണ്ട്. അവിടുന്ന് ഈ പോലീസുകാരെ കണ്ടുവെട്ടിച്ച് ബാത്റൂം അത്തരത്തിൽ അത് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുകയും അതും ഇവർ കൈകലാക്കി ഇവിടെ വന്ന് രഹസ്യമായിട്ട് അത് ഒളിപ്പിച്ചു വെച്ച് ഏതായാലും അതുകൊണ്ട് അകത്ത് വരവുണ്ട്. പിന്നെ പുറത്തുനിന്ന് എറിഞ്ഞു കൊടുക്കലും ഒക്കെ ഉണ്ടല്ലോ. ഈ ഒരിക്കൽ പച്ചക്കറി കൊണ്ടുവന്ന ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് കടക്കി എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഉള്ളിൽ നിന്നുള്ളവരുടെ ഒരു ചെറിയൊരു പിന്തുണ ഇല്ലാതെ ഇതൊക്കെ നടക്കുമോ? അല്ല, അത് ഉള്ളിൽ നിന്നുള്ളവരുടെ പിന്തുണയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഈ ഗോവിന്ദച്ചാമിയുടെ തന്നെ പറഞ്ഞത് ജയിലിൽ നിന്ന് തന്നെ ആരുടെയെങ്കിലും സഹായം ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല, ഒരു മനുഷ്യൻ്റെയും സഹായം ആവശ്യമില്ല ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞ പോലെ ഈ പേരിന് ഈ അതായത് ചുരുക്കം വളരെ ചുരുക്കം കേസുകൾ ഉദ്യോഗസ്ഥന്മാരെ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇലിസിറ്റായിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്തുന്നു ആർക്കോ അങ്ങനെ. പക്ഷേ അതൊന്നും അല്ല. ജയിലിൽ ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ തടവുകാരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥന്മാർ കൊണ്ട് കൊടുത്തിട്ടോ ഒന്നുമല്ല. അല്ലാതെ സുരക്ഷിതമായിട്ട് അത് അത് കൊണ്ടുവരാനായിട്ട് സംവിധാനങ്ങൾ ഉണ്ട്. അത് ഫുൾ പ്രൂഫായിട്ട് പരിശോധിക്കപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇല്ല. ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൻ്റെ തലേ ദിവസം, അതായത് അന്ന് രാത്രി കഞ്ചാവ് വീട് വലിച്ചു, അതിൻ്റെ ഊർജത്തിലാണ് ചാടിയത് എന്നൊക്കെയാണ് ഗോവിന്ദച്ചാമി തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. അത് ഗോവിന്ദച്ചാമിക്ക് അത് കിട്ടിയത് മട്ടൻ കറി കൊടുത്ത്, വാട്ടർ സമ്പ്രദായം, മട്ടൻ കറി കൊടുത്തു കഞ്ചാവ് വീടി വാങ്ങി. ഇത് ഗോവിന്ദച്ചാമി പറഞ്ഞതാണ്. അതൊന്നും ശരിയായിരിക്കും. മദ്യക്കുപ്പി അവിടെ ഒക്കെ മദ്യക്കുപ്പി ഉണ്ടാവും, ഇതിനകത്തൊക്കെ കുറച്ചുണ്ടാവും, അതൊക്കെ മണപ്പിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഗോവിന്ദച്ചാമിയുടെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ വ്യാപകമാണ് അവിടെ. തനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല, ഇതാണ് ഗോവിന്ദച്ചാമിയുടെ ഒരു പരാതി. എല്ലാവർക്കും എല്ലാം കിട്ടുന്നു, എനിക്കൊന്നും കിട്ടുന്നില്ല, ഇതാണ് ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതൊരു ചോദ്യമല്ലേ? അല്ല, അതും ഈ പറഞ്ഞ സ്റ്റോറി അതിനകത്ത് കഴമ്പൊന്നും ഇല്ലെങ്കിലും അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട സംഗതികളുണ്ട്. കാരണം എല്ലാവർക്കും ഈ പൊതുവേ ജയിൽ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ NDPS അതുപോലെ പോക്സോ ഇങ്ങനെയുള്ള ഇതിൽ വരുന്ന ഇവർക്കൊന്നും പരോളോ അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ ഒരുപാട് പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ തന്നെ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെയും കാണുന്ന ഒരു ചിത്രമുണ്ട്. ജയിലിൽ നമ്മൾ തടവുകാരെല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നൊക്കെ ഇത് എല്ലാവർക്കും. അപ്പോൾ അതിനകത്ത് ചില വേറുകൃത്യങ്ങൾ കണ്ട് അതൊന്നുകൂടെ സ്ട്രെസ്സ് കൂട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. മദ്യം എല്ലാവർക്കും കിട്ടുന്നു എന്നോ അതൊക്കെ ചുമ്മാ വെറുതെ ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ മദ്യക്കുപ്പി എറിഞ്ഞ മതിലിന് മേളിൽ കൂടെ അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട സംഗതികളുണ്ട്. അത് പിടിക്കപ്പെടുന്നുമുണ്ട്, പിടിക്കപ്പെടാത്തതും ഉണ്ടാകും. ഏതായാലും ഇതിൻ്റെ വിജിലൻ്റായിട്ടുള്ള സർവൈലൻസിന് ഉള്ള സംവിധാനങ്ങൾ ജയിലിൽ ഇല്ല. ഈ ഫെൻസിങ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ അതിനൊന്നും വൈദ്യുതി കണക്ഷൻ ഇല്ല. അത് എനിക്ക് തോന്നുന്ന ഡെവലപ്ഡ് വാള്
എവിടെയോ ഒക്കെ ബ്രേക്കായ സമയത്ത് അതൊക്കെ ഡിഫക്റ്റായി. അപകടം മതിൽ പൊളിഞ്ഞു വീണ സംഭവം ഉണ്ടായി. ആ സമയത്ത് ഈ പറയുന്ന ഫെൻസിങ്ങിലെ വൈദ്യുതി അതെല്ലാം നിന്നുപോയി. പിന്നെ അത് PWD അത് ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ശരിക്കൊരു മാറ്റം ജയിലിൽ അനിവാര്യമാണ്. ഈ പ്രത്യേകിച്ച് മതിലുകളൊക്കെ കാലപ്പഴക്കം വന്ന് വീഴാറായി. അതൊക്കെ മാറ്റേണ്ടത് അനിവാര്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും PWD അതൊക്കെ പരിശോധിക്കുന്നുണ്ടാവും. അതെല്ലാം പരിശോധിച്ച് അതിനെല്ലാം ഫിറ്റ്നസ്സിൻ്റെ ആവശ്യം ഉള്ളതല്ലേ. ജയില് സെൻട്രൽ പ്രസിഡന്റിലെ ബ്ലോക്കുകൾ ഈ പറയുന്ന 150 വർഷത്തിന് മേലായത് അതുമൊക്കെ ഈ വെറും ഓടിട്ട കെട്ടിടങ്ങളല്ലേ. അതുമെല്ലാം പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഈ അതായത് ശുഷ്കാന്തിയോടെ അല്ലെങ്കിൽ ഇതോടുകൂടി ഡ്യൂട്ടി ചെയ്യാവുന്ന ഒരു അന്തരീക്ഷമല്ല. അതാണ് ഇടപെടലുകൾ, ഭയങ്കരമായ ശുപാർശകൾ, ഇത്തരം കാര്യങ്ങൾ ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെടേണ്ടി വരുന്നുണ്ടോ ജയിൽ ഉദ്യോഗസ്ഥർ? പൊതുവെ പുറത്തുനിന്ന് ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സമ്മർദ്ദം അല്ല, അത്തരത്തിലുള്ള അവസ്ഥയൊന്നും ഉണ്ടാകുമോ എന്നുള്ളത് അതിനെക്കുറിച്ച് ഇപ്പോൾ ഏതായാലും കൊള്ളാം. ഏത് ഇടപെടലുകളും ജയിലിൽ ബുദ്ധിമുട്ടുകൾ അല്ലേ, ജയിൽ മാനേജ്മെൻറ്റിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഇപ്പം ജയിലിൽ ആർക്കും പേടിയില്ല. അത് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി ജയിലിൽ പോയി എന്ന് പറയാ ജയിലിൽ പോയി. അപ്പം ജയിലിൽ പോകുന്നത് ഒരു അല്പം സ്കൂളിൽ പോയി എന്ന് പറയുന്ന അത്രയും ലാഘവത്തോടു കൂടി അല്ല. ജയിലിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ഭയം അല്ലെങ്കിൽ ഒരു വികാരമാണ് ഉണ്ടാകുന്നത്. അതിന്നില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അത് ഇന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടിയെടുക്കാൻ പാടില്ല എന്ന് വന്നപ്പോഴേ അവസ്ഥ മാറി. പണ്ട് നടയടി എന്നുള്ളതല്ല, എന്നാൽ അത്യാവശ്യം, അതായത് ഒരു തരത്തിൽ മാൻ ഹാൻഡിൽ ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിൽ ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ പോലും അത് എക്സർസൈസ് ചെയ്യാനൊക്കാത്തൊരു അന്തരീക്ഷമാണ് ഉള്ളത് നിലവിൽ. കാരണം എല്ലാവർക്കും അല്ലേ, ഇപ്പോൾ എൻ്റെ പെറ്റീഷൻ എൻ്റെ പേര് പരാതി ഉണ്ടാവും. അത് അങ്ങനെ ഇങ്ങനെ അതിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് കഴിയുന്നതും പുറകോട്ടല്ലേ ആൾക്കാർ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ, ഒരു രീതിയിൽ എടുക്കും. ജയിലിനെക്കുറിച്ച് ഒരു ചെറിയ ഭയം ആവശ്യം. അത് സാധാരണക്കാരെ സംബന്ധിച്ച് അത് ഉണ്ടെങ്കിലും ഈ ഒരുപിടി ആൾക്കാർക്ക്, അത് ഈ ലോ അബൈഡിങ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചത് ഭയമാണ്. അല്ലാത്തവരാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ സംബന്ധിച്ച് ജയിൽവാസം ഒരു സുഖകരം എന്ന് തോന്നുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിലവിൽ അത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് ജയിലിൽ ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോ ബോബൻ ഒരു പ്രസ്താവന നടത്തി, ഈ നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് ജയിലിലല്ല സ്കൂളിലാണ് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പറഞ്ഞത് അങ്ങേ 100% ശരിയല്ലേ. നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് ജയിലിലല്ല സ്കൂളിലാണ്. അത് ശരി തന്നെയാണ്. ശരി, ജയിലിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലുള്ള വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണോ? അല്ല, അങ്ങനെ വിഭവസമൃദ്ധം എന്ന് പറയാനായിട്ട് പറ്റും. എന്നാലും ജയിലിലെ ഭക്ഷണത്തിന് യാതൊരു ഈ പുറത്ത് നിൽക്കുന്ന ഗോതമ്പുണ്ട എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. അതുള്ളത് തന്നെയാണോ ഗോതമ്പുണ്ട? അല്ല, ഗോതമ്പുണ്ടയൊക്കെ മാറ്റിയല്ലോ. ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. കുഴക്കോട്ട ഗോതമ്പ് കുഴക്കോട്ടയായിരുന്നു. അത് മാറ്റി ഇപ്പം ചപ്പാത്തി അല്ലേ. അതൊരുപാട് നാളായി ചപ്പാത്തി. ഭക്ഷണത്തിൻ്റേത് മാത്രമല്ല, ജയിലിൽ നിയന്ത്രണങ്ങൾ വളരെ കുറഞ്ഞു. കാരണം ഇപ്പോൾ ഈ പുതിയ തലമുറ, നമ്മുടെ സൊസൈറ്റി തന്നെ ഈ
ഈ ഡൂസ് ആൻഡ് ഡോൺസ്, അതിൽ ഡോൺസ് എന്ന് പറയുന്നത് പാടില്ല എന്നുള്ളതാണല്ലോ. അതെല്ലായിടത്തും ഇതിൻ്റെ പരിച്ഛേദം തന്നെയല്ലേ ഇതെല്ലാം. ജയിലിലും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വളരെ കുറഞ്ഞു. അപ്പോൾ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്. ജയിലിനെയൊക്കെ സംബന്ധിച്ച് വളരെ ഇനി വീണ്ടും ഇവിടെ വരാൻ തോന്നാത്ത രീതിയിലായിരിക്കണം അവിടുത്തെ കാര്യങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിലേ അതുകൊണ്ട് ഫലം, ജയിൽവാസം, നമ്മുടെ ആ ശിക്ഷാ ശാസ്ത്രമുണ്ടല്ലോ, അത് ഈ പറയുന്ന റിഫർമേഷൻ, അതാണല്ലോ ഇപ്പോഴത്തെ ജയിൽവാസം ആണല്ലോ ഇപ്പോഴത്തെ നമ്മൾ അംഗീകരിക്കപ്പെട്ട ശിക്ഷാ സമ്പ്രദായം. അത് ഒരു സുഖകരമല്ലാത്ത ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ്. ഈ ശിക്ഷ കൊണ്ട് ഉള്ള നല്ല ഫലം ആണല്ലോ പ്രതീക്ഷിക്കേണ്ടത്. അപ്പം ശിക്ഷ കൊണ്ട് ഫലമുണ്ടായി എന്ന് വരണമെങ്കിൽ ഈ ശിക്ഷാകാലം അത്ര സുഖകരമായ കാലം ആകരുത് എന്ന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കുന്നവരെ ഒരു കാരണവശാലും പീഡിപ്പിക്കാൻ പാടില്ല. അത് അല്ല, പീഡിപ്പിക്കുക എന്നതല്ല, പീഡനങ്ങൾ ഒന്നും വേണ്ട. പക്ഷേ പുറത്ത് അതായത് നമ്മൾ ഈ മനുഷ്യാവകാശ ലംഘനം നടത്തിയാണല്ലോ ഈ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത്, അപ്പോൾ ആ വിക്റ്റിമായിട്ടുള്ള ആളിൻ്റെ അവകാശങ്ങളും അയാളുടെ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണല്ലോ ഇയാൾ അകത്ത് വരുന്നത്. അപ്പോൾ ഇയാളുടെ അവകാശങ്ങളെ നമ്മൾ അപ്ഹോൾഡ് ചെയ്യുന്നത് അത് ഒരു പരിധിവരെ മാത്രമേ പാടുള്ളൂ. അതിനപ്പുറത്തോട്ട് അത് കടക്കുന്നതിലൂടെയാണ് ഈ പറയുന്ന അപജയങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് വേണം അത് നമുക്ക് വിലയിരുത്താൻ. ഈ ജയിലിൽ സമൂലമായ ഒരു മാറ്റം അനിവാര്യം എന്ന് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ മാറണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ജയില് അത് പഴക്കം കൊണ്ട് ജീർണിച്ച അതെല്ലാം ഈ പറയുന്ന റിനോവേറ്റ് ചെയ്ത് പുതിയവയാകണം. അതുപോലെ തന്നെ ഈ ആവശ്യത്തിന് ഈ തളിപ്പറമ്പിൽ ഒരു ജയിലിൻ്റെ സംവിധാനങ്ങളുണ്ടല്ലോ, അതൊക്കെ പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണോ ശരിക്കും? അല്ല, തളിപ്പറമ്പിൽ ജയിലിൻ്റെ ഇപ്പം എനിക്കൊന്ന് ഫണ്ടിൻ്റെ പര്യാപ്തത കൊണ്ടാണ് അത് ആകാത്തത്. ജയിൽ സ്ഥലം എടുക്കുക, ഞാൻ DIG ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ സ്ഥലം എടുത്തത്. തളിപ്പറമ്പ് 6-7 ഏക്കർ എടുത്ത് അതൊക്കെ വന്നാൽ ഇവിടുത്തെ പോപ്പുലേഷൻ കുറയും. അത്തരം സംവിധാനങ്ങളൊക്കെ അടിയന്തരമായി നടപ്പാക്കേണ്ടതാണ് ശരിക്കും. അല്ലെങ്കിൽ ഒരു വലിയൊരു കലാപം തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ജയിലുകൾ ഇതെല്ലാം സർക്കാരിനെ സംബന്ധിച്ച് ഇതെല്ലാം ഈ പ്രയോറിറ്റൈസ് ചെയ്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാൾ അത്യാവശ്യമായ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ജയിലിന് അതിൻ്റേതായിട്ടുള്ള പ്രയോറിറ്റി അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പൊതുവെ സർക്കാരിനെ സംബന്ധിച്ച്. എന്നാൽ ജയിലും വലിയ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. കാരണം സമൂഹത്തിൻ്റെ സുരക്ഷ ആണല്ലോ ജയിൽ. സമൂഹത്തിൽ സൊസൈറ്റിയിലോട്ട് ഇറക്കി വിടാൻ പാടില്ലാത്തവരെ സൊസൈറ്റിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ജയിൽ സ്ഥാപനങ്ങൾ. അപ്പോൾ ജയിലും വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് മാൻ പവർ ജയിലിലുണ്ടാകണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്ന് നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രയും വളർന്നിരിക്കുന്ന അവസ്ഥയിൽ പല കാര്യങ്ങളും അങ്ങനെ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളാക്കാവുന്നതാണ്. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. ജയിലിൽ ആവശ്യത്തിന് മാൻ പവർ ഉണ്ടാകുക. ജയിലിലെ സെക്യൂരിറ്റിയുടെ കോസ്റ്റിൽ കഴിയുന്നതും ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസും ചെയ്യാതിരിക്കുക. അത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി പറയുന്ന സെക്യൂരിറ്റി
അങ്ങനെയാകുമ്പോഴേ നമുക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവവും അവരുടെ നെഗ്ലിജൻസും ഒക്കെ ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ആശുപത്രി വിടേണ്ടപ്പോൾ ഉള്ള ഡ്യൂട്ടി പോയിന്റിൽ നിന്നൊക്കെ ആളിനെ വിളിച്ച് ആശുപത്രി ഇടുക, അവിടെ ഡോക്ടേഴ്സ് ഇവരെ എത്ര നേരം താമസിക്കുക അതനുസരിച്ച് അത്രയും നേരം ആരും ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഇങ്ങനെ ഓടിച്ചു പോവുക. ഒപ്പിക്കലായിരുന്നാണ് അതാണ് ഇപ്പോഴും നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരവസ്ഥ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മറ്റൊരു വലിയ ആക്ഷേപം ഈ രാഷ്ട്രീയ അതിപ്രസരവുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രീയ തടവുകാർ അവർ ഒരു ലോകം തന്നെ അവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ്. അങ്ങനെ ഉണ്ടോ ശരിക്കും? അല്ല, അത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് തങ്ങളിലുള്ള വഴക്ക് എന്ന് പറയുന്നത് ഏതായാലും കൊള്ളാം. ക്രിമിനൽ നടപടികൾ വന്നിട്ടാണല്ലോ ജയിലിൽ വരുന്നത്. ഏതെങ്കിലും കൊലപാതകവും അല്ലെങ്കിൽ അടിപിടി കേസിലല്ലേ വരുന്നത്. അതിന് ഈ ഓരോ പേര് രാഷ്ട്രീയ കേസെന്നോ അങ്ങനെ രാഷ്ട്രീയ കേസ് എനിക്കതിൻ്റെ ഇത് മനസ്സിലാകുന്നില്ല. അവരെ ഈ പ്രത്യേക തന്നെയാണോ? CPM-കാരെല്ലാം ഒരു സ്ഥലത്ത്, BJP RSSകാരൊക്കെ ഒരു സ്ഥലത്ത്, അങ്ങനെയൊക്കെ അവരുടേതായ ഒരു ലോകം ഉണ്ടോ ശരിക്കും? അല്ല, അത് പണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. വളരെ മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഗ്രൂപ്പ് ആ തരത്തിൽ ഉള്ള അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ മാറിയതുകൊണ്ട് ഇപ്പോഴങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ശരിക്കും ഈ രാഷ്ട്രീയ സംഘട്ടനം കൊലപാതകമൊക്കെ ജയിലിനകത്ത് തന്നെ നടക്കുന്ന ഒരു സാഹചര്യം, അതിനൊരു സാക്ഷിയായി ഉണ്ടായിട്ടുണ്ട്. അല്ല, ആ സമയത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പാർപ്പിക്കപ്പെട്ടിരുന്നത്. അതെ അത് പിന്നെ അതായത് BJP RSS അവർ പ്രതികളായിട്ട് വരുന്ന അവരിൽ അതുപോലെ CPM-ൻ്റെയും മറ്റ് അത് വേറെ ആ തരത്തിലായിരുന്നു അന്ന് അവിടെ ലോക്കപ്പ് നടന്നിരുന്നത്. അന്നാണ് പറയുന്ന ക്ലാഷ് ഉണ്ടായിട്ട് ഒരാൾ മരണപ്പെടുകയും രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് സെൻറ്റൻസുകാരനാണ്, അയാൾ മരണപ്പെട്ടു. അത് തുടർന്നാണ് ഞാൻ സസ്പെൻഷനിലൊക്കെ ആകുന്നത്. അത് എല്ലാവരും സ്റ്റാഫ് ഒരുപാട് പേരെ സസ്പെൻഡ് ചെയ്തു. അവസാനം ജയിൽ റീം ഒക്കെ സസ്പെൻഡ് ചെയ്തതാണ്. അല്ല, ആ സംഭവം ശരിക്കും അന്നൊരു എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണോ? അത് അന്ന് അതൊക്കെ ഉണ്ടാകാൻ കാരണം അതായത് അതിൽ ഒരു ടീമിന് പ്രയോറിറ്റി കൊടുക്കുന്നു, അവർ പറയുന്നത് കേൾക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയുള്ള അത് ഞാൻ പറഞ്ഞില്ലേ, ജയിലിൽ ഇപ്പോൾ അന്തേവാസികൾ എല്ലാവരും ചിന്തിക്കുമല്ലോ, ഇത് വേറൊരാൾ എന്നെപ്പോലെ തന്നെ വേറൊരാൾക്ക് അയാൾക്ക് ഇത്രയും ഇത് അതെങ്ങനെ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരുമല്ലോ. അപ്പോൾ അത് വന്ന് വളരെ രൂക്ഷമായിട്ട് ഒക്കെയാണ് അന്ന് ആ സംഭവം ഉണ്ടായത്. BJP വൃത്തങ്ങൾക്ക് അവരുടെ ശബ്ദം അങ്ങനെ കേൾക്കാൻ ആളില്ലെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ അന്ന് ബഹളം ഉണ്ടാക്കിയത്. ഇപ്പോൾ അങ്ങനെ ആ ഒരു രാഷ്ട്രീയ പ്രശ്നം ഇപ്പോഴില്ല. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവിടെ അപ്ഡേഷൻ എനിക്ക് അത് ഇല്ല എന്നാണ്. ആ സംഭവത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നിരുന്നു? ഈ കൊലപാതകത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിനോ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? നിർദ്ദേശങ്ങൾ ഇപ്പോൾ പിന്നെ ഈ എക്സ്ക്ലൂസീവായിട്ട് അങ്ങനെ ഓരോ ഗ്രൂപ്പിനെ ആ തരത്തിൽ പിന്നെ പാർപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് ലോക്കപ്പ് സംവിധാനങ്ങളൊക്കെ മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരെ ഒന്നിച്ച് പാർപ്പിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനല്ലേ സാധ്യത? ശരിക്കും ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇല്ല, അത് സെപ്പറേറ്റ് ചെയ്യുന്നത് ആണോ അല്ല, ഒന്നിച്ച് പാർപ്പിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കുക എന്ന് വേണം അല്ലേ എന്ന് പറഞ്ഞത്. അങ്ങനെ കംപ്ലീറ്റ് ഇടകലർത്തി എന്നുള്ളതല്ല. ഇവർ ഈ സംഘം ചേരാനായിട്ട് പൂർണ്ണമായിട്ട് സൗകര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും അപകടമല്ലേ.
അപ്പോൾ അതെല്ലാം പിന്നെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ജയിലിനകത്ത് വെച്ച് കൊട്ടേഷൻ സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ, ഇത്തരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഗൂഢാലോചന നടത്തി അതിനൊക്കെ പുറത്ത് ആളെ സജ്ജമാക്കി നിർത്തുന്ന അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രവർത്തനം വരെ ജയിലിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന് ഫോണുകൾ കഴിഞ്ഞ ദിവസം പോലും ഫോണുകൾ ഒളിപ്പിച്ച നിലയിലുള്ള ഫോണുകൾ കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഒരു ഒത്താശ ഇവിടെ നിന്ന് കിട്ടുന്നു എന്നതൊരു ചോദ്യമല്ലേ? അതെ, അല്ല അതിന് ഇപ്പം ഞാനും നിത്യവും ഇത് വായിച്ചോരോന്നറിയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ജയിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒത്താശയും ഒന്നും ഉണ്ടാകണം എന്നില്ല, ഉണ്ടാകത്തുമില്ല. ഇല്ല, ജയിലിലുള്ളവരുടെ ഒന്നും സഹായം ഒന്നും ഇതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ ഇതായിട്ട് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്. ഈ കസ്റ്റഡി കെയർ അതല്ലേ, ജയിലുകാരുടെ ഒന്നും സഹായം അതിനൊന്നും ആവശ്യം ഇല്ല. ഈ ഫോണൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് നടപ്പാക്കുക? ഇത് വ്യാപകമായി ഫോണുകൾ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ മുതലേ ഇത് ഉള്ളതാണ്. ഫോൺ അവർ ഒളിച്ച് കടത്തുന്നുണ്ട്. ഫോൺ പുറത്തുനിന്ന് പറഞ്ഞ് എറിഞ്ഞ് ഫോൺ വരവുണ്ട്. അങ്ങനെ ഉണ്ട്. അതായത് ഈ പരിശോധനകൾ എഫക്റ്റീവായിട്ട് നടത്താൻ ഒക്കാത്തിടത്തോളം കാലം ഇതെല്ലാം അകത്തുണ്ടാവുമല്ലോ. അതിന് ഈ പറയുന്ന ഓട്ടോമാറ്റിക് ഇത് ചെയ്ത സംവിധാനങ്ങൾ ആക്കിയേ പറ്റൂ. എന്നാൽ മാത്രമേ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വലിയൊരു ടെൻഷൻ തന്നെയാണല്ലേ. ജയിലിൻ്റെ അകത്തെ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു വലിയൊരു ടെൻഷൻ തന്നെയാണല്ലേ? അതെ, അല്ല ജയിലിലെ ജോലി സാക്കുന്ന ജോലിയാണ്. നമ്മൾ മാനേജ്മെൻ്റ് അല്ലേ, മനുഷ്യനെ നോക്കുന്ന അതല്ലേ. ഒരു കണക്കിന് നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ജോലിയല്ലേ മനുഷ്യനെ മേയ്ക്കുക എന്ന് പറയുന്നത്, അല്ലേ? കാര്യം അയാളും മനുഷ്യനല്ലേ. അയാൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്യോഗസ്ഥനേക്കാളും മിടുക്കനായിട്ടുള്ള ആളായിരിക്കും ആണ്. അപ്പം അതേറ്റവും പ്രയാസം പിടിച്ച ജോലിയാണ്. പിന്നെ ഇപ്പോൾ ജയിലിൽ വേറൊരു അവസ്ഥയുണ്ട്. അതായത് ജയിലിലെ ഫീഡർ കാറ്റഗറി ഉള്ള ജോലിക്ക് അത് ഇന്ന് അതിനൊക്കെ റിക്രൂട്ടായി വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരൊരു അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് വെൽ ക്വാളിഫൈഡ് പയ്യന്മാരാണ് ഈ അസിസ്റ്റൻറ്റ് പ്രൊഫഷണൽ ഓഫീസർ ആയിട്ട് മിക്കവരും ബിടെക്കുകാരും അത് കഴിഞ്ഞ് പഠിച്ചവരും ഉള്ള അവർ ഫോർ സേക്ക് ഓഫ് ഈ ഒരു ജോലി എന്നുള്ളതിന് മത്സരിച്ച് പരീക്ഷ എഴുതി എല്ലാം വന്ന് എൻറോളായി കഴിഞ്ഞിട്ട് ഈ ജയിലിലെ ഡ്യൂട്ടിക്ക് അവരെ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ഡ്യൂട്ടി കണ്ടിട്ട് ഇതെന്ത് എന്നുള്ള നിലയിലാണ് അവർ ആ നിമിഷം മുതൽ അവർ ഈ ഡ്യൂട്ടി വിട്ട് വേറെ ജോലി സമ്പാദിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അത് നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം അവരിത്രയും പഠിച്ച് ഇതായിട്ട് വന്ന് സർക്കാർ ജോലി സമ്പാദിച്ചു. ജോലി ചെയ്യേണ്ടത് ഫങ്ഷൻ അവരുടെ. അപ്പോൾ ഇത് തുറക്കുക, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, വൈകുന്നേരം അവരെ പൂട്ടുക, ഇത് അവർക്കതുമായിട്ട് ഇതാകാനായിട്ട് പറ്റില്ല. അപ്പം തന്നെ ജയിലിൽ വിട്ടു പോകാനായിട്ടുള്ള പരീക്ഷയ്ക്ക് പഠിക്കലാണ് അവർ പിന്നെ ചെയ്യുന്നത്. അതായത് ഈ ഡ്യൂട്ടിയെ ഇതൊരു ഇതായിട്ടുള്ള ഡ്യൂട്ടിയാണെന്ന് കാണാൻ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അത് ഓവർ ക്വാളിഫിക്കേഷൻ ഫീഡർ കാറ്റഗറിയിൽ വലിയ പ്രശ്നമാണ്. അത് ഒരു മിനിമം ഇത് കവിഞ്ഞ വിദ്യാഭ്യാസ ഉള്ളവരെ എടുക്കാതിരിക്കുക തന്നെ നല്ലത്. പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം ഒരു ജോലി കിട്ടാനായിട്ട് അത് വേറൊരു കാര്യമുണ്ട്. ഒരു ക്ലാസ് 4 ജോലിക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു പിന്നെ അവർക്ക് യോജിക്കാൻ പറ്റും. ഇത്
യോജിക്കാനായിട്ട് ഒരു തൊഴിലുമായി ഒരു മാനസിക അടുപ്പം ഒരു മാനസിക അടുപ്പം അവർക്ക് വരുന്നില്ല. അത് വരാൻ സാധ്യത വളരെ കുറവാണ് പുതിയ തലമുറയെ സംബന്ധിച്ച്. ഇപ്പൊ ഈ ഗോവിന്ദചാമി ജയിൽ ചാടി, ആ ജയിൽ ചാടിയപ്പോൾ ഈ ചെറുപ്പക്കാരായ ജയിൽ ജീവനക്കാരും ഉദ്യോഗസ്ഥരൊക്കെയാണ് വ്യാപകമായി തെരച്ചിലിനും മറ്റും വ്യാപകമായി അവരും ഉണ്ടായിരുന്നു. ഗോവിന്ദചാമിയെ പിടിക്കുന്ന ആ ഘട്ടത്തിൽ അതെ ഞാൻ ഏതാണ്ട് ജയിലിലെ കുട്ടികൾ തന്നെയാണ് ഇയാളെ പിടിച്ചത്. അത് പിന്നെ ഇപ്പോൾ ജയിലിന് പുറത്ത് എസ്കേപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണല്ലോ. പക്ഷെ എന്നാലും പിന്നെ അത് അവനെ അപ്രിയൻറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ജയിൽ പരിശ്രമിക്കും. അങ്ങനെയാണ് അതിൻ്റെ. ഇതേതാണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ പയ്യന്മാർ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. ശരിക്കും ഈ ജയിൽ ചാട്ടത്തിൽ 3-4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കെതിരെ നടപടി ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. ഒരു ഉത്തരമേഖല DIG തന്നെയാണ് ഇതിൻ്റെ അന്വേഷണമൊക്കെ നടത്തുന്നത്. ആ സ്ഥാനത്തിരുന്ന ഒരാൾ എന്ന നിലയിൽ എന്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത്? വീഴ്ച എവിടെയാണ്? വീഴ്ച എന്ന് പറഞ്ഞാൽ ആരുടെ വീഴ്ചയാണെന്നോ? അത് ഈ 4 ഉദ്യോഗസ്ഥരുടെ അവിടുത്തെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിൽ ആ ഒരു പ്രശ്നം കഴിയുമോ? അല്ല, ആ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആക്ഷൻ എടുത്തു എന്നുള്ളതല്ലാതെ അവരെ പ്രത്യേകം ഒരു ചാർജും ഒന്നും അവരുടെ പേരിൽ ഇമ്പോസ് ചെയ്യുന്നതിൽ കാര്യമില്ല. കൂടുതൽ ഭാരം അപ്പോൾ എനിക്ക് തോന്നുന്നു നെയിം സേക്കിൽ ആ സമയത്ത് ഉള്ള ഡ്യൂട്ടി. ഇതിപ്പോൾ സർവൈലൻസ് CCTV 150 ക്യാമറയുണ്ട്, അത് നോക്കണം എന്ന് പറയുന്ന രാത്രിയിൽ ഒരാളിനെ CCTV എന്ന് പറഞ്ഞ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. അയാളെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ അത്? അപ്പോൾ അതൊരു ചടങ്ങ് എന്നുള്ളത് കവിഞ്ഞ് അതുകൊണ്ട് യാതൊരു ഇല്ല, അയാളെയും സസ്പെൻഡ് ചെയ്ത് കാണും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇത് സർവൈലൻസ് എന്ന് പറഞ്ഞാൽ സർവൈലൻസ് തന്നെ ആയിരിക്കണം. അതിനുള്ള മിഷനറി ഉണ്ടാകണം, അതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഈ സംവിധാനങ്ങൾ ഇല്ലാതെ നമ്മളിപ്പോൾ ഈ പറയുന്ന ഷോർട്ടേജ് ഉള്ളപ്പോഴാണ് ഈ ഒരുപാട് എക്സ്റ്റൻഷൻ ഇതുകളും ചെയ്യുന്നത്. ഇപ്പോൾ എന്താ കഫ്റ്റീരിയ തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കഫ്റ്റീരിയ തുടങ്ങാൻ എല്ലാ സംവിധാനങ്ങളുമായി, പക്ഷേ അതിൻ്റെ പാത്രങ്ങൾ വാങ്ങാനും മറ്റും പണമില്ല എന്ന് പറഞ്ഞ് ആ കെട്ടിടം തന്നെ 2 വർഷമായി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ശരിക്കും ഈ ചപ്പാത്തി പോലുള്ള സംവിധാനങ്ങൾ അത് പൊതുജനങ്ങൾക്ക് വലിയ ഉപകാരമാണ്. ചപ്പാത്തി കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അപ്പൊ അതിനു വേണ്ടി പ്രത്യേകമായ ഈ ജയിൽ ജീവനക്കാരെ ഇങ്ങനെ സെക്യൂരിറ്റി സംവിധാനമൊക്കെ നിയോഗിക്കേണ്ട ജീവനക്കാരെ നിയോഗിക്കുന്നതിന് പകരം മറ്റൊരു സംവിധാനം ആലോചിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിനൊക്കെ അത് വലിയ ബഹുജനപ്രീതിയൊക്കെ മേടിച്ചിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഈ സെക്യൂരിറ്റിയുടെ കോസ്റ്റിലല്ലാതെ അത് ഡെയിലി വേജസിന്റെ നിയമനം അവിടെയാണ് ശരിക്കും നടക്കേണ്ടത്. അതെ, ഡെയിലി വേജസിൻ്റെ നിയമിച്ചിട്ടുണ്ട് അതിന്. പക്ഷേ അതുകൊണ്ട് ഈ അതായത് ഡെയിലി വേജസുകാരെ മാത്രം നിയമിച്ചുകൊണ്ട് ആയില്ലല്ലോ. കാര്യം അവർക്ക് ഈ റിസ്ക് ഉത്തരവാദിത്വം എവിടം വരെ എടുക്കാൻ പറ്റും. അപ്പോഴും ജയിൽ സൂപ്രണ്ടിന് സൂപ്രണ്ട് ഉത്തരവാദിത്വമായിട്ട് വരുമല്ലോ. അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫ് ഉണ്ടാകണം. കാര്യം ഈ ഇങ്ങനെയുള്ള ജനപ്രീതിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഒക്കെ സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ നിർത്താൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ സുഗമമായി നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതങ്ങനെയാകും ഒന്ന് നോക്കും. ഇതെല്ലാം അറിയുന്നതല്ലേ സർക്കാർ. ആ പ്രാധാന്യത്തോടു കൂടി ജയിൽ ചാട്ടം ഇവരുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടാവും. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം, ജയിലിനുള്ള ഹാൻഡിക്യാപ്ലെസ്സുകൾ, അതെല്ലാം തീർച്ചയായിട്ടും അനലൈസ് ചെയ്യപ്പെടും, പഠിക്കും. സർക്കാർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഈ ഗോവിന്ദചാമി വണ്ണം കുറക്കാൻ, തടി കുറക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ വലിയ തോതിലുള്ള മാറ്റം വരുത്തി. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഈ
ഇവനെ എന്തോ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട് എന്ന ഒരു ബോധത്തിലേക്ക് പോകേണ്ടതായിരുന്നില്ലേ? അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഒരു ചിന്തയിലേക്ക് പോയില്ല എന്ന് പറയുന്നത് നമുക്ക് അല്ല, അതെല്ലാം നമ്മൾ ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് അല്ലേ, സംഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓരോന്ന് ആലോചിക്കുമ്പോൾ ട്രേസ് ആകുന്ന കാര്യങ്ങളാണ്. അതിനകത്തൊന്നും ഒരാൾ ഭക്ഷണം കഴിക്കാതെ ഒന്നും ജയിലിൽ അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ല. ഒരാൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അത് അന്വേഷിക്കും. ഈ താടിയും ഷേവ് ഇങ്ങനെ താടി വളർത്താനുള്ള താടി വളർത്താൻ എനിക്ക് അത് എന്തെങ്കിലും ഡോക്ടർ അത് പെർമിറ്റ് ചെയ്യുകയൊക്കെ വേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതറിയോ? ഇത് അറിയില്ല. അല്ലെ ഇനിയും അയാൾക്ക് എന്തെങ്കിലും മുഖത്ത് ഈ പറയുന്ന ഷേവ് ചെയ്ത എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും അയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഗോവിന്ദച്ചാമി അത് പറഞ്ഞിട്ടുണ്ട്, അലർജിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? അത് അറിയില്ല. അപ്പോ ഗോവിന്ദച്ചാമി ആദ്യമേ ഒരു 2-3 വർഷം മുമ്പ് തന്നെ ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അല്ല, ഗോവിന്ദച്ചാമി സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രിസണറാണ്. അത് എന്ന് മുതൽ അന്ന് മുതലേ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു തടവുകാരിൽ ഒരു മാറ്റം കാണുമ്പോൾ നമ്മൾ ജാഗ്രതയോടെ നിൽക്കണം എന്നതിൻ്റെ ഒരു പാഠം കൂടിയാണിത്. അതെ. ഇത് തീർച്ചയായിട്ടും അവർ ജയിലിപ്പോൾ കാര്യങ്ങൾ അറിയുന്ന ജയിൽ മാന്യമായിട്ട് കൊണ്ടുപോകാൻ ഉള്ള ആളാണ് ഇപ്പോഴത്തെ സൂപ്രണ്ടും ഒക്കെ. വേണു കാര്യങ്ങൾ കരിയർ തന്നെ വലിയ ഒരു അതെ വേണു എടുക്കാനാണ്. പിന്നെ ഈ കൃത്യമായിട്ട് തൻ്റെ ജോലി നിർവഹിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. വേണുവിനെ എനിക്ക് അറിയാവുന്നതാണ്. ആധുനികമായ സംവിധാനങ്ങൾ നമ്മുടെ ജയിലിൽ അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ശിവദാസ് കെ തൈപ്പറമ്പിൽ ചെയ്തിട്ടുള്ളത്. ഒരു തരത്തിൽ പോലും അദ്ദേഹം ജയിൽ ഉദ്യോഗസ്ഥരെയോ ജയിൽ ജീവനക്കാരെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങളിലുള്ള പോരായ്മകൾ തിരുത്തിയേ മതിയാകൂ എന്ന് ഏറെക്കാലം ജയിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പോരായ്മകൾ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ പരിശോധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വലിയ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഉത്തരമേഖല DIG തന്നെ അതിൻ്റെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തടവ് പുള്ളികൾക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജയിലിനകത്തു നിന്നും പുറത്തു നിന്നും സഹായങ്ങൾ കിട്ടുന്നുണ്ട് എന്ന ഗുരുതരമായ കണ്ടെത്തലും അധികൃതർ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.